Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനകത്ത് വരുന്ന ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഡെറിവേറ്റീവ്സ് പഠിക്കുമ്പം അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകേണ്ട ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് ദ ഫങ്ഷൻ ഗിവൺ ബൈ എഫ് എക്സ് ഈക്വൽ ടു 3x plus 17 is strictly increasing on R. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. എഫ് എക്സ് തന്നിട്ടുണ്ട്, നമ്മൾ എഫ് ഡാഷ് എക്സ് എടുക്കുക. ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് 3x പ്ലസ് 17 അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3xൻ്റെത് 3 ആണ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്, 0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പം എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് കിട്ടുന്ന എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് എക്സ് കിട്ടുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന 3 അല്ലേ? 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ എഫ് എക്സ് അല്ലേ, ഈക്വൽ ടു 3x പ്ലസ് 17 ഈസ് strictly increasing function. എന്താ കാരണം? എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ക്ലിയർ ആയോ? ഇനി നമുക്ക് ലെസ് ദാൻ ആണ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതിയേനെ? ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ബിക്കോസ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 എന്ന് എഴുതിയേനെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്ത് എഴുതാം? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് എക്സ് ഈക്വൽ ടു 2x² മൈനസ് 3x ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് നമുക്ക് ചോദിച്ചിരുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമാണ്. പക്ഷെ സെക്കൻഡ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ് ആകുന്നത്, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ് ആകുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും തന്നിരിക്കുന്ന ഫംഗ്ഷൻ 2x² മൈനസ് 3x ആണ് അല്ലേ? ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എഫ് ഡാഷ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 2x² എന്ന് പറയുമ്പം 2 ഇൻറ്റു 2x വരും അല്ലേ? മൈനസ് ഇത് 3 ആണ്. ദാറ്റ് ഈക്വൽ ടു 4x മൈനസ് 3 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് എഫ് ഡാഷ് എക്സിനെ നമ്മൾ ഈക്വൽ ടു 0 എന്ന് എഴുതണം. അപ്പോൾ നമുക്കിവിടെ എഫ് ഡാഷ് എക്സ് കിട്ടിയത് 4x മൈനസ് 3 ആണ്. ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 4x ഈക്വൽ ടു 3 എന്ന് വരും, എക്സ് ഈക്വൽ ടു 3/4 എന്ന് വരും. ശരിയാണോ? ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് CP. ഇനി നമുക്ക് ഇൻ്റർവെൽ എങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇൻ്റർവെൽ എടുക്കുമ്പോഴത്തേക്കും മൈനസ് ഇൻഫിനിറ്റി പിന്നെ ഏതാ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയത്? 3/4 അല്ലേ? 3/4 ദെൻ പ്ലസ് ഇൻഫിനിറ്റി. നമുക്കിവിടെ 2 ഇൻ്റർവെല്ലാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു 3/4 ഒരു ഇൻ്റർവെല്ലും 3/4 ടു ഇൻഫിനിറ്റി അടുത്ത ഇൻ്റർവെല്ലും. ഇനി ഈ ഇൻ്റർവെല്ലിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അല്ലതോ ഡിക്രീസിങ് ആണോ എന്ന് നമുക്കറിയണം.
ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എഫ് ഡാഷ് എക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം -∞ to 3/4 അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും? x = 0 വേണമെങ്കിൽ എടുക്കാം അല്ലേ? x = 0 കഴിഞ്ഞിട്ട് 1/4 1/2 കഴിഞ്ഞിട്ടാണ് 3/4 വരുന്നത്. ശരിയാണോ? -∞ ഇങ്ങനെ വന്ന് -1 ആയി 0 ആയി ദെൻ 1/4 ആയി 1/2 ആയി അത് കഴിഞ്ഞിട്ട് ആര് വരും? 3/4 വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ x = 0 നമുക്ക് ഇതിനകത്ത് ഒരു വാല്യൂ എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ f ഡാഷ് 0 എന്താ വരുന്നതെന്ന് നോക്കാം. നമുക്ക് 4x - 3 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? 4x - 3 അതിനകത്ത് എക്സിൻ്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. -3 ദാറ്റ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. ഈ -3 എന്നുള്ളത് <0 അല്ലേ? <0 ആണെങ്കിൽ അത് എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ ദി ഇൻ്റർവെൽ -∞ to 3/4. -∞ to 3/4 തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിരിക്കും. ഡിക്രീസിങ് ഇൻ ദി ഇൻ്റർവെൽ -∞ to 3/4. ക്ലിയർ ആയോ? ഇനി അടുത്ത ഇൻ്റർവെൽ നമുക്ക് എടുത്ത് നോക്കാം. അടുത്ത ഇൻ്റർവെൽ 3/4 to ∞ ആണ് അല്ലേ? അപ്പം 3/4 കഴിഞ്ഞിട്ട് എത്ര വരാം? 1 വരാം അല്ലേ? പിന്നെ 2 3 4 5 6 അങ്ങനെ എവിടം വരെ പോവും? ∞ വരെ പോവും. x = 1 എടുത്തു. f ഡാഷ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. 4x ആണ്. എക്സിന് പകരം 1 കൊടുത്തു. -3 ഉണ്ട്. ദാറ്റ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് >0 ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നത് എന്തായിരിക്കും? ഇൻക്രീസിങ് ഇൻ ദി ഇൻ്റർവെൽ 3/4 to ∞. ക്ലിയർ ആയോ? 3/4 to ∞. The given function is increasing, strictly increasing function. കണ്ടോ? ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ കിട്ടിയോ? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് f ഡാഷ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ തന്നിരിക്കുന്ന വാല്യൂ >0 ആണോ <0 ആണോ എന്ന് മാത്രം നോക്കുക. >0 ആണെങ്കിൽ അത് ഇൻക്രീസിങ് ഫംഗ്ഷനും <0 ആണെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷനും. ഇനി ഇൻ്റർവെൽ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? f ഡാഷ് എക്സിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇൻ്റർവെൽ ലൈൻ നമ്മളൊന്ന് വരച്ച് നോക്കുക. -∞ to തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ദെൻ +∞. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ഇൻ്റർവെലിനിടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? അതേപോലെ അടുത്ത ഇൻ്റർവെല്ലിൽ നിന്ന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക എന്താ കിട്ടുന്നതെന്നുള്ളത്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാവേ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ fx = e⁻²x is strictly increasing on R. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. e⁻²x ആണ്. e⁻²xന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. e⁻²x വന്നാൽ എന്തായിരിക്കും ഡെറിവേറ്റീവ്? d/dx of e⁻x is e⁻x itself അല്ലേ? അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെഴുതാം? e⁻²xൻ്റെത് അത് തന്നെയാണ്. e⁻²x ആണ്. ഇൻറ്റു ആരും കൂടി വരും? f ഡാഷ് എക്സ് ആണേ. ആരും കൂടി വരും? ഇൻറ്റു 2 കൂടി വരും. ദാറ്റ് ഈസ് 2e⁻²x. ശരിയാണോ? 2e⁻²x. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ >0 ആണെന്ന് വിചാരിച്ചോളൂ. എക്സിൻ്റെ വാല്യൂ >0 ആണെങ്കിൽ ഉറപ്പായിട്ടും 2e⁻²x എന്ത് തന്നെയായിരിക്കും? >0 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. x = 0 കൊടുത്തു.
2 ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് വരും. എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. അതും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ തന്നെയാണല്ലോ. ഇനി എക്സ് ലെസ് ദാൻ 0 കൊടുത്തെന്ന് വിചാരിച്ചോളൂ. അപ്പം നമുക്ക് 2 ഇൻറ്റു ഇ റേസ് ടു -2x എന്ന് വരും. ശരിയാണോ? ഇനി നമ്പർ റേസ് ടു മൈനസ് വാല്യൂ എന്ന് പറയുന്നത് 1/a ആണ് അല്ലേ? എ റേസ് ടു -1 മീൻസ് 1/a. എ റേസ് ടു -1 എന്ന് വെച്ചാൽ എന്താ? 1/a. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതെന്ത് വരും? 2/e റേസ് ടു 2x എന്ന് വരും. ശരിയാണോ? ഇത് എന്ത് തന്നെയാണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. കാര്യം എന്താ? നെഗറ്റീവ് വാല്യൂ വരുന്നില്ല അല്ലേ? നെഗറ്റീവ് വരില്ല. ക്ലിയർ ആയോ? അതായത് എ റേസ് ടു -1 മീൻസ് 1/a. e റേസ് ടു -2x മീൻസ് 1/e റേസ് ടു 2x. ദാറ്റ് ഈസ് 2/e റേസ് ടു 2x. അത് എന്ത് തന്നെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ഇൻ്റർവെല്ലിലും ഇ റേസ് ടു 2x എന്തായിരിക്കും? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇ റേസ് ടു 2x ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ക്ലിയർ ആയോ? All the intervals e raised to 2x is increasing functions. Therefore, fx equal to e raised to 2x is strictly increasing on r. Clear ആയോ? Okay. Simple problems ആട്ടോ, പഠിച്ചിട്ടോണേ. Next എന്താ ചോദിച്ചിരിക്കുന്നേ? Find the intervals in which the function fx equal to 2x cube minus 3x square minus 3x plus 7 is strictly increasing, strictly decreasing. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. തൊട്ട് മുമ്പ് ചെയ്ത ഏത് ക്വസ്റ്റ്യൻ ആണ്? ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കി ഏത് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡിഫറൻസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം. എഫ് എക്സ് എന്ന് പറയുന്നത് 2x ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 36x പ്ലസ് 7. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? 2 ഇൻറ്റു 3 6x സ്ക്വയർ അല്ലേ? 2 ഇൻറ്റു 3x സ്ക്വയർ. 2 ഇൻറ്റു 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ 6x സ്ക്വയർ വരും. അതുപോലെ 3 ഇൻറ്റു 2x സ്ക്വയർ എന്ന് പറയുമ്പോഴോ 6x മൈനസ് 36. ഡെറിവേറ്റീവ്സ് ശരിക്കും പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കാൻ മറന്നു പോകരുതേ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവ്സ് പഠിക്കണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു 3 ചാപ്റ്റേഴ്സോളം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അതറിഞ്ഞെങ്കിൽ മാത്രമേ ഇൻ്റഗ്രേഷനും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം സെക്കൻഡ് ഇയറിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും. അത് രണ്ടും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നമുക്ക് നടക്കത്തില്ല. അതുപോലെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുന്നത് മാത്സ് റിലേറ്റഡ് ആണെങ്കിൽ ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും ഇല്ലാത്ത ഒരു സ്ട്രീമും ഇല്ല. മാത്സ് ആണ് നിങ്ങൾ എടുത്ത് പോകുന്നതെങ്കിൽ മാത്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പ്രത്യേകിച്ച് എൻജിനീയറിംഗ് സ്ട്രീമിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പഠിച്ചിരിക്കണം. അതുകൊണ്ട് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചേക്കണേ. ഇനി ബേസിക് അറിയാത്തവരാണെങ്കിൽ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്, കാണാൻ മറന്നു പോകരുത്. ഓക്കെ, നമുക്കിപ്പം 6x സ്ക്വയർ മൈനസ് 6x മൈനസ് 36 കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടണം? ക്രിട്ടിക്കൽ പോയിന്റ് CP കിട്ടണം അല്ലേ? CP കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ ഈക്വൽ ടു 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. ശരിയാണോ? ഇതേ ഈക്വൽ ടു 0. ഇനി നമുക്കിവിടെ എല്ലാത്തിൻ്റെ അകത്തുനിന്ന് കോമൺ ആയിട്ട് 6 നമുക്ക് പുറത്തേക്ക് എടുക്കാം. x സ്ക്വയർ മൈനസ് എക്സ്, ഇതിൻ്റെ അകത്തുനിന്നൊരു 6 പുറത്തേക്ക് വന്നാൽ ബാക്കി -6 ഈക്വൽ ടു 0.
6 ഇൻറ്റു ഇതിനെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ വരേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -6ഉം വരണം, ആഡ് ചെയ്യുമ്പം -1ഉം വരണം അല്ലേ? ഇവിടെ നോക്കിയാൽ -1x അല്ലേ? ആഡ് ചെയ്യുമ്പോൾ -1ഉം വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം വരണം. ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? -3ഉം 2ഉം. -3ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ -1 വരും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ -6 വരും. എന്ന് വെച്ചാൽ നമുക്കിവിടെ x-3ഉം x+2ഉം കിട്ടും. അപ്പോൾ ഇതിനകത്ത് x-3 = 0 ആണെങ്കിൽ x = 3ഉം x+2 = 0 ആണെങ്കിൽ x = -2ഉം ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞല്ലേ? ഏതൊക്കെ കിട്ടി? എക്സിന് 3 കിട്ടി, അല്ലെങ്കിൽ -2. അപ്പോൾ നമുക്കിവിടെ 2 ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നുണ്ട്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർവെൽസ് നമുക്ക് എങ്ങനെ എടുക്കാം? -∞ തുടങ്ങി -2 വരെയും, അത് കഴിഞ്ഞ് 3 ഉണ്ട്, പിന്നെ ഇൻഫിനിറ്റി വരെയും. എന്ന് വെച്ചാൽ നമുക്കിവിടെ 3 ഇൻ്റർവെൽസ് കിട്ടും. -∞ to -2 ഒരു ഇൻ്റർവെല്ലും, ദെൻ -2 to 3 നെക്സ്റ്റ് ഇൻ്റർവെല്ലും, 3 to ഇൻഫിനിറ്റി നെക്സ്റ്റ് വണ്ണും. കിട്ടിയോ? ഇനി ഇതിനകത്ത് ഓരോന്നിനകത്ത് നമുക്ക് ഇത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇതിനിടയ്ക്കുള്ളൊരു വാല്യൂ f'(x)ലേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ? ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ എന്ന് പറയുമ്പം നോക്കിക്കുക, -∞ ആണ് അല്ലേ? -∞ എന്ന് വന്ന് -5 ആകും, -4 ആകും, -3 ആകും, -2 ആകും. ശരിയാണോ? അപ്പോൾ -3 ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതല്ലേ, നമുക്ക് എടുക്കാമല്ലോ അല്ലേ? ഇനി നമ്മളത് എന്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു? f' ഇട്ട് കൊടുക്കുക. ഇനി f' എന്തായിരുന്നു? 6 × x-3 x+2 ആയിരുന്നു അല്ലേ? ദാറ്റ് ഈക്വൽ, അതാണ് നമുക്കിവിടെ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 6 × എക്സിന് പകരം -3 -3 -3+2, 6 × -6 × -1. ശരിയാണോ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും അല്ലേ? അതായത് 6 × 6 36 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ? ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ദി ഇൻ്റർവെൽ -∞ to -2. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അടുത്ത ഇൻ്റർവെൽ -2 to 3. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു നമ്പർ നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതെന്ന് പറയുമ്പോൾ x = 1 വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അല്ലേ? 1 2 3 അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ x = 1 എടുക്കാം. f'(1) ഫൈൻഡ് ഔട്ട് ചെയ്യാം. 6 × x-3 ദാറ്റ് ഈസ് 1 - 3 ഇൻറ്റു x+2 ദാറ്റ് ഈസ് 1+2. 6 × -2 × 3. 6 × -6 അല്ലേ? പ്ലസും മൈനസും കൂടി എന്തേ വരുള്ളൂ? മൈനസേ വരത്തുള്ളൂ. ശരിയാണോ? ഇത് മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? -3. ഓക്കെ, സോറി, ഇത് മൈനസ് ആണ് വരുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, കാരണം ഇത് ലെസ് ദാൻ 0 ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് വന്നിരിക്കുന്നത് 3 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 3 കഴിഞ്ഞിട്ടുള്ള ഒരു നമ്പർ നമുക്ക് എടുക്കാം. 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 കൺസിഡർ ചെയ്യാം. ഓക്കെ ആണോ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x = 4 എടുത്തു. f'(4) ഫൈൻഡ് ഔട്ട് ചെയ്യുക. 6 × x-3 ദാറ്റ് ഈസ് 4 - 3 x+2 4+2
6 into 1 into 6. Again 36. അല്ലേ? ഇതോ greater than 0. That means the function is increasing. അതായത് ഇവിടെ നമുക്ക് ഈ ഇൻ്റർവെൽ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, ഈ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ഫംഗ്ഷനാണ്, ഇവിടെ -∞ to -2 ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. കണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് വരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കൊരു 4 മാർക്കൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.